ഇന്ന് റിലീസായ മലയാള ചിത്രം ഭ്രമയുഗം. ആ സിനിമയെക്കുറിച്ചിട്ടുള്ള വീഡിയോ റിവ്യൂ ആണ് ഇത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ. സിനിമയുടെ ഡ്യൂറേഷൻ വന്നിട്ട് 2 മണിക്കൂർ 20 മിനിറ്റ്. ഈ സിനിമ ഒരു ഹൊറർ ജനറിൽ പെടുന്ന സിനിമയാണ്. ഈ സിനിമ ഈ വർഷം ഒരുപാട് പേർക്ക് പ്രതീക്ഷയുള്ളൊരു സിനിമയായിരുന്നു. കാരണം ഇതിൻ്റെ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ രാഹുൽ സദാശിവൻ ഇതിനു മുമ്പുള്ള സിനിമ ഭൂതകാലമായിരുന്നു. ഷൈനികവും രേവതിയൊക്കെ അഭിനയിച്ച അത് സോണി ലീവ് വഴി ഡയറക്റ്റ് റിലീസായിരുന്നു. അത് രാത്രി റിലീസായിട്ട് പലർക്കും ഭയങ്കര ഇമ്പാക്റ്റ് കിട്ടിയൊരു സിനിമയായിരുന്നു. ഒരു ഹൊറർ ഫീലൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ മലയാളത്തിൽ കണ്ടുവരുന്ന ഹൊറർ മേക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചിട്ടും ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. കാരണം മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ആ ഒരു കഥാപാത്രം മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളൊരു സിനിമ, പിന്നെ വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനും ഇന്ന് FDFS ടിക്കറ്റ് എടുത്ത് കണ്ടത്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ മികച്ച രീതിയിൽ രാഹുൽ സദാശിവൻ ഈ സിനിമ എടുത്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ മറ്റൊരു മികച്ച കഥാപാത്രമാണ് കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം. ആ കഥാപാത്രത്തിന് വേറെയും ലെയറുകളുണ്ട്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. കൂടുതലും ഈ പറഞ്ഞ മമ്മൂട്ടിയും അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും ഇവർ തമ്മിലുള്ള കോംബോയാണ് സിനിമ മുന്നോട്ട് നയിക്കുന്നത്. സിനിമയുടെ കഥ നടക്കുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ സിനിമ തുടങ്ങി ഒരു 20 മിനിറ്റിൽ കഥ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, കഥാപാത്രങ്ങളെയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ സിനിമയുടെ കഥ നടക്കുന്നത് ഈ ഒരു മനയിലാണ്. നമ്മൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ കണ്ട് മമ്മൂട്ടിയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്ന മന, അദ്ദേഹം പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന മന, അവിടെയുള്ളൊരു പാചകക്കാരനാണ് സിദ്ധാർത്ഥ് ഭരതൻ. അങ്ങോട്ട് അർജുൻ അശോകൻ്റെ കഥാപാത്രം വരികയാണ്. പക്ഷേ ഇവർ 3 പേരും തമ്മിലുള്ള കോംബോ സീൻസൊക്കെ അതിമനോഹരമായിരുന്നു. ആദ്യം ഫസ്റ്റ് ഹാഫിൽ കുറേ പകിട കളിക്കുന്ന സീനൊക്കെ ഉണ്ട്. അല്ലാതെ മമ്മൂട്ടി ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ കിട്ടുന്ന സീനായിരുന്നു. മമ്മൂട്ടിയുടെ ആ ഒരു ഘനഗാംഭീര്യ ശബ്ദത്തോടെയുള്ള ഡയലോഗും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ബോഡി ലാംഗ്വേജും മമ്മൂട്ടി കിട്ടിലായിട്ട് തന്നെ ആ ഒരു റോള് ചെയ്തിട്ടുണ്ട്. പോകെ ആ സിനിമ മുന്നോട്ട് നയിക്കുന്നത് മമ്മൂട്ടിയുടെ ആ ഒരു കഥാപാത്രം തന്നെയാണ്. അർജുൻ അശോകൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മികച്ച രീതിയിൽ പുള്ളിയും ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് കുറേ കൂടിയൊക്കെ ആ ഒരു കഥാപാത്രത്തിൻ്റെ പല ഇമോഷൻസും വെളിയിൽ വരുന്നത്. ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ കുറേ നല്ല പെർഫോമൻസ് അർജുൻ അശോകൻ കാണിക്കുന്നുണ്ട്. അതുപോലെ സിദ്ധാർത്ഥ് ഭരതന് നേരത്തെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മികച്ചൊരു ആക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കുറേ ഷെയ്ഡ്സൊക്കെ ഈ സിനിമയിൽ കാണാൻ പറ്റും. പിന്നെ സിനിമയിൽ ഇവരുടെ പെർഫോമൻസ് അല്ലാതെ സിനിമ തരുന്ന ടെക്നിക്കൽ ക്വാളിറ്റി അതിമനോഹരമാണ്. കാരണം സൗണ്ട് ഡിസൈൻ ആവട്ടെ, BGM ആവട്ടെ, അല്ലെങ്കിൽ ക്യാമറ വർക്ക് ആവട്ടെ. ഞാൻ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഔട്ട് ആൻഡ് ഔട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും. പക്ഷേ തിയേറ്ററിൽ അതിൻ്റെ ഒരു ആംബിയൻസ്, ഈ സിനിമ തരുന്നൊരു ആംബിയൻസ് ഉണ്ട്. ഈ സിനിമ ഒരു മുത്തശ്ശി കഥ പോലെ നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ പണ്ടിങ്ങനെ ഈ മാന്ത്രിക നോവലൊക്കെ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ പണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശിമാർ പറയുന്ന കഥയുണ്ടല്ലോ, അതിൻ്റെ ഒരു ഓറയിലാണ് ഈ ഒരു ഭ്രമയുഗത്തിൽ. ഇതിൽ മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇത് ഭ്രമയുഗ. അപ്പോൾ ആ ഒരു മനയിലോട്ട് കയറിക്കഴിഞ്ഞാൽ അത് തരുന്നൊരു ഫീലിംഗ് ഉണ്ട്. ആ മനയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു ചാടാനാണ് അർജുൻ അശോകൻ നോക്കുന്നത്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കും. ആ ഒരു ഇൻ്റർവൽ ബ്ലോക്കൊക്കെ നല്ല രസമായിരുന്നു. അതായത് നിനക്ക് എവിടെ നിന്ന് പോകാൻ അനുവാദമില്ല എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് മമ്മൂട്ടിയുടെയൊക്കെ. ആ ഒരു എന്താ പറയുക, ആ ഒരു ഡയലോഗ് ഡെലിവറിയും ഈ കുറേ സീൻസൊക്കെ ബ്ലെൻഡായി വരുന്നു. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കാരണം ഈ സിനിമയിൽ നമ്മൾ ഒരുപാട് കേട്ട ഈ പഴങ്കഥകളിലൊക്കെ കേട്ട ചാത്താൻ സേവ, അല്ലെങ്കിൽ ചാത്തനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, കുട്ടിച്ചാത്തൻ. അതൊക്കെ അതിമനോഹരമായിട്ട് വരുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ഫാൻറ്റസി തലമൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. അത് നൈസായിട്ട് രാഹുൽ സദാശിവൻ സിനിമയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. രാഹുൽ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൊറർ സിനിമയ്ക്ക് തന്നെ പല ഡീവിയേഷൻസ് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡീവിയേഷനാണ് ഈ ഒരു ചാത്തൻ കൺസെപ്റ്റ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമ ഭയങ്കര ഒരു ഹൊറർ സിനിമയൊന്നുമല്ല, മിനിമലായിട്ട് ഹൊറർ ഫീലുള്ളൂ. പക്ഷേ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അതിൻ്റെ ഒരു ആംബിയൻസ്, ഓറ, അതൊക്കെ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഞാൻ എരിസ്പ്ലെക്സ് ഓടി 1 കണ്ട് കിട്ടില്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ട് ആയാലും പിക്ചർ ക്വാളിറ്റി ആയാലും എല്ലാം. അതുകൊണ്ടായിരിക്കും എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമയിൽ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു സിനിമ കണ്ട ഒരു ഫീൽ എനിക്ക് കിട്ടി. നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു. നല്ലൊരു സ്റ്റോറി ആയിരുന്നു, നല്ലൊരു സ്ക്രീൻ പ്ലേ ആയിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല ടെക്നിക്കൽ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ എന്ത് കുറ്റം പറയാനാണ്. മമ്മൂട്ടിയുടെ ഈ ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫിയിൽ എന്നെന്നും പലരും സംസാരിക്കും. അത്രയ്ക്ക് മികച്ചതായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചില ലെയറിംഗ് ഒക്കെ ഉണ്ടെന്ന്, അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമയിൽ അല്ലാതെ തന്നെ രാഹുൽ സദാശിവൻ കുറേ പൊളിറ്റിക്സും അല്ലെങ്കിൽ ലെയറിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സിനിമയിൽ ആഴ്ന്നിറങ്ങുന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ പ്രാധാന്യവും കൂടി സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ എന്താ പറയുക, ഒരു ഫീല് തരുന്നുണ്ട്. മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു സിനിമ കണ്ട് ഭ്രമയുഗം നിങ്ങൾക്കൊരു വെറൈറ്റി, വ്യത്യസ്ത മലയാള സിനിമ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന് തന്നെ പറയാം. ഔട്ട് ആൻഡ് ഔട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. ഒരു വ്യത്യസ്ത സിനിമ, അതിൻ്റെ പൂർണ്ണതയോടുകൂടി, അതിൻ്റെ എല്ലാ ക്വാളിറ്റിയോടും കൂടി തിയേറ്ററിൽ തന്നെ കാണുക. ഇതൊന്നും OTT കാണാൻ വേണ്ടി നിൽക്കരുത്, തിയേറ്ററിൽ തന്നെ കാണുക. മമ്മൂട്ടിയുടെ മറ്റൊരു മികച്ച പെർഫോമൻസും കൂടി ഈ സിനിമയിൽ കാണാൻ പറ്റും. ഇതിലൊരു ഡയലോഗുണ്ട്, കാലവും സമയവും ഒന്നും നിൽക്കില്ല, അത് അടയാളപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അതുപോലെ മമ്മൂട്ടിയുടെ വീണ്ടും ഒരു മികച്ച പെർഫോമൻസ് അടയാളപ്പെടുത്തുന്ന സിനിമയാണ് ഭ്രമയുഗം. മമ്മൂട്ടിയുടെ കൂടെ തന്നെ കട്ടയ്ക്ക് അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും പെർഫോമും ചെയ്തിട്ടുണ്ട്. രാഹുൽ സദാശിവൻ്റെ ഒരു മികച്ചൊരു സിനിമയും കൂടിയാണ്. അത് നല്ല രീതിയിൽ തന്നെ ഈ സിനിമയെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അത് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു.
എന്താ പറയുക, ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഒരുപാട് മുകളിൽ എനിക്ക് സിനിമയുടെ ഔട്ട് എന്നിൽ ഇംപ്രഷൻ ഉണ്ടാക്കി. ഇതാണ് ബ്രഹ്മയുഗത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രീ സ്റ്റോക്കിസിനെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ശ്രീ സ്റ്റോക്കിസിൽ കൂടി പിന്നീട് കാണാം.